ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. ഡിന്നറായിട്ടോ ഉച്ചയൂണായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്നാലും ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്തൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ഒരു 10-20ഓളം കുഞ്ഞുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് ഇത് വൃത്തിയാക്കാനൊക്കെ ഒരു പാടല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്, കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ഇനി ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അതായത് ഒരു മുരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി കുറച്ച് ഒരു 1/2 കപ്പോളം ചെറുപയറാണ് ഒരു 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിലെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈ വെജിറ്റബിൾസും ഈ ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വലുതായിട്ട് കടിക്കാനൊന്നും കിട്ടില്ല. ഇത് അപ്പോൾ അറിയാതെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി അരി എടുക്കാം, അല്ലെങ്കിൽ പൊന്നി അരി എടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ പച്ചരിയിലും ഉണ്ടാക്കാം. അപ്പോൾ റൈസ് വളരെ കുറച്ചെടുത്താൽ മതി. എപ്പോഴും റൈസ് വളരെ കുറച്ച് ചേർക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പം ഞാൻ വളരെ കുറച്ച് റൈസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ അരി എടുക്കുമ്പോൾ ഇപ്പോൾ ബിരിയാണി അരി ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചും കൂടെ വെള്ളം അധികം ചേർക്കണം. 1 കപ്പും കൂടെ എക്സ്ട്രാ ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, പിന്നീടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞ് കിട്ടണേ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആക്കി ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടുകടല കയ്യിലില്ലെങ്കിൽ കുറച്ച് നമുക്ക് ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്താലും മതി. ഇനി 1 ടീസ്പൂണൊക്കെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണൊക്കെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ ചേരുവകളൊക്കെ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്നവരെയും ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി. അതും ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ട ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കിയൊന്ന് റോസ്റ്റാക്കി എടുക്കാം. തേങ്ങയുടെ ഒന്നും കളറൊന്നും മാറണ്ട, പക്ഷെ ഒന്ന് റോസ്റ്റായിട്ട് വരണം, അത്രേ ഉള്ളൂ. ഒരുപാട് നിറം മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ റോസ്റ്റ് ആക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ആദ്യമൊക്കെ പാചകം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കണേ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റം ഒക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു നെല്ലിക്ക സൈസ് വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് അത് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇത് ഇങ്ങനെ കോരി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. ഇപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് ചെറുതായിട്ട് ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഒന്നങ്ങ് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ദാണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവേ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെറുപയർ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലേവർ, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഇനി ഫൈനലി കുറച്ച് താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എണ്ണയുടെ ഉപയോഗം വളരെ കുറയ്ക്കുന്നത് കൊണ്ട് താളിപ്പ് ചേർക്കുന്നില്ല, അല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് താളിപ്പും കൂടെ ആവാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ സാമ്പാർ സാധനം റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ കുശാലായി കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.